ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം, യശോദാനന്ദനം വന്ദേ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തക്ഷകനാൽ പരീക്ഷിത്തുഹതനായ വൃത്താന്തവും കേട്ടു തൽപുത്രനാകുന്ന മന്നൻ ജനമേജയൻ ക്രോധമൂർച്ഛിതൻ പന്നകസത്രം യജിക്കുന്ന കാലത്തു തക്ഷകനിന്ദ്രനെ ആശ്രയിച്ചങ്ങനെ സൂക്ഷിച്ചു നിന്നു സത്രാഗ്നിയിൽ വീണീല. തക്ഷകൻ വരാഞ്ഞ കാരണം ഹോതാക്കൾ സൂക്ഷിച്ചറിഞ്ഞു നൃപനോടു ചൊല്ലിനാർ. തക്ഷകനെന്നിയെ മറ്റു ദുഷ്ടോരകം ഒട്ടേറെ വന്നു മരിച്ചു നൃപോത്തമ. ദുഷ്ടനാം തക്ഷകൻ വന്നീല തിന്മൂലം സൂക്ഷിച്ചറിഞ്ഞിതു കേൾക്ക വൃത്താന്തവും. ഇന്ദ്രനെ ചെന്നപേക്ഷിച്ചതു തക്ഷകൻ ഇന്ദ്രനവനെ രക്ഷിച്ചു നിൽക്കുന്നതും. എന്നതു കേട്ടു ജനമേജയൻ ചൊന്നാൻ ഇന്നിഹ താൽപര്യമോടും മുനിമാരെ, ഇന്ദ്രനെയും തക്ഷകനെയും ഒന്നിച്ചു തന്നെ ഹോമിപ്പിൻ മടിക്കരുതേതുമേ. ദുഷ്ടരാകുന്നവർ തന്നെ രക്ഷിപ്പവർ ദുഷ്ടരാമെന്നു വരുമെന്നു തേറുവിൻ എന്നു ജനമേജയോക്തികൾ കേട്ടതിനിന്നു വിഷമമില്ലേതുമേ ചെയ്തിടാം എന്നു പറഞ്ഞു വിപ്രോത്തമന്മാരതും നന്നായി നിനച്ചു. ദേവോരകവർഗത്തെ ഒന്നായി നിനച്ചു ഹോമം തുടങ്ങിയിടിനാർ. എന്നതു നേരം പവനനും വേഗേന ചെന്നു ധാതാവോടറിയിച്ചു വൃത്താന്തം. ഇന്ദ്രനെയും അമരാധിപസ്ഥാനവും ഇന്നു പാലിക്കയെന്നപ്പോൾ സുരേന്ദ്രനും തക്ഷകനും ഒരുമിച്ചു മേൽഭാഗത്തു തക്ഷണം വന്നു ഹോമാഗ്നിയിൽ വീഴുവാൻ അങ്കിരസാത്മജനാകും മുനി ദേവദേശികൻ ജീവനും ചെന്നു ജനമേജയ നൃപൻ തന്നുട മന്ദിരത്തിങ്കൽ. ബൃഹസ്പതി അന്നേരം മാമുനിമാരുമായി പൂജിച്ചിതു നൃപൻ. ആമോദമോടു പറഞ്ഞു ബൃഹസ്പതി, നല്ല നൃപോത്തമ കേൾക്ക വഴി പോലെ എല്ലാ ജനത്തിനും മൃത്യു വരുന്നതു തന്നുട കാര്യനാശത്താലേ എന്നതല്ലാതെ ഒരുത്തനൊരുത്തനാൽ കർമ്മം നശിപ്പിക്കയും കഴിഞ്ഞിടുക ജന്മികളായുള്ളവർക്കും കഴിവില്ല. ഏകനുട സുഖ ദുഃഖഗതികളെ നൽകുവാനും ഒരുത്തർക്കും കഴിവില്ല. തങ്ങൾക്കുതൻ കർമാർജിതമെല്ലാം എന്നു ധരിപ്പിനെല്ലാരും വഴിപോലെ. പിന്നെയും ചോരനാലും രിപു തന്നാലും വന്ഹിയാൽ ചുൽബാധ തൃഷ്ണാദികളാലും ജന്തുക്കൾ നാശം വരുമെന്നു തോന്നുന്നതന്തർമനസ്സി യജ്ഞാനമതു തന്നെ. കർമാവസാനം മരണമറിയണം എന്നതുകൊണ്ടിഹ സർപ്പസത്രം മതി. ആയതിനായൊരാരംഭമിപ്പോൾ തന്നെ വേഗേന മാറ്റുകയും വേണമേ നൃപ. നാരായണൻ വിഷ്ണുവിൻ്റെ മഹാമായ കാരണം തന്നെ ഒരുത്തനെ അന്യനാൽ ബാധിപ്പതുമതും കർമ്മമെന്നേ വരൂ. ബോധിക്കയും വേണമില്ലൊരു സംശയം. യാതൊരു മായയാ മോഹിപ്പതാത്മാവു ഭൂതങ്ങളിൽ ഗുണവൃത്തി കൊണ്ടുമത. യാതൊരിക്കലേകനാത്മാ ദ്വിവിധമായി ബാധിതനായി സമസ്ത വൃത്തീന്ദ്രിയം
ആശ്രയമായിക്കൊണ്ടു സൃഷ്ടിച്ച ദ്വൈതത്തെ ആശ്രയമായമയം ദ്വൈതമായതു. ആശ്രയമായിക്കൊണ്ടു സൃഷ്ടിച്ച ദ്വൈതത്തെ ആശ്രയമായമയം ദ്വൈതമായതു തന്നെയല്ലോ സാധ്യസാധകമായതും. അർണവഭേദമാകുന്ന തിരകൾ പോൽ നാനാവികാരദ്വൈത ഭ്രമമാകയാൽ നൂനം പരമാത്മവിഷ്ണു പദത്തിങ്കൽ സച്ചിദാനന്ദാംബുധിയായ വിഷ്ണുവിൽ നിശ്ചലമെന്നേ ദുരാത്മഹൃദയായി ഇഷ്ടഭേദത്താൽ ഭവിക്കുന്നു ദ്വൈതവും ആയതും വിഷ്ണുവിൻ്റെ പദമാകിയ പൂർണ്ണ പരമാംബുധിയിൽ ലയിക്കുന്നു. വാരിധിയിൽ തിരമാലകളോളമായി നേരെ സമുദ്രത്തിൽ ലീനമാകും പോലെ ഞാനെന്നും എൻ്റെ എന്നും ഇങ്ങനെ ദേഹദേഹജങ്ങളെന്നുമുള്ള ദോഷങ്ങളാൽ ദുഷ്ടരായുള്ള ജനത്താൽ അതിവാദ ക്ലിഷ്ടദ്വൈതങ്ങൾ ഭവിക്കുന്നു. മായയാ കേവലാത്മാ വിഷ്ണു തന്നിൽ ജനിച്ചൊരു മായയാം ദ്വൈതങ്ങൾ കേവലം വേറില്ല എന്നുള്ളൊരദ്വൈതപക്ഷം തിരിച്ചയും തന്നിലില്ലാതെ സ്വദേഹാശ്രിതർ ചിലർ വൈരം നടിപ്പൂ ഞാനെന്നും ഇത്യാദികൾ സാരമില്ലാത്ത മായാമൂഢരാം ജനം. കൃഷ്ണനായി വിഷ്ണുവാകുന്ന ഭഗവാനാം വിഷ്ണോ നമസ്കാരമെന്നുള്ള യാതൊരു പാദപദ്മധ്യാനം കൊണ്ടു ദ്വൈതാത്മക സംസാര വാരിധിയെ കടക്കുന്നിതു എന്നിങ്ങനെ ജനമേജയൻ തന്നോടു നന്നായരുൾ ചെയ്തു ദേവഗുരുവധ. പിന്നെ മുനീന്ദ്രനും നാനാവിധയുക്തി മന്നവനോടുപദേശിച്ചു. പന്നകസത്രമൊഴിച്ചമരേന്ദ്രനെയുമധ തക്ഷകനെയും മറ്റുള്ള സർപ്പത്തെയും രക്ഷിച്ചു കൊണ്ടാനിവണ്ണം പരീക്ഷിത്തും ദക്ഷകനാകും മുനി ശ്രീശുകൻ താനുമായി സംവാദമായ ശ്രീഭാഗവതത്തെയും നന്നായിട്ടുച്ചരിച്ചും കൊണ്ടു ഭക്തിയൈവ ശ്രീഭഗവാനു നമസ്കാരപര്യന്തമായിട്ടുപസംഹരിച്ചിതു സൂതനും. ആയതിൻ ശേഷവും നാളെ പറയാമെന്നായാസമോടിരുന്നാൾ കിളിപ്പൈതലും. ശാരിക പൈതലേ നീ ചൊല്ലടോ കഥാശേഷം പാരാതെ സലക്ഷണമെന്നു കേട്ടതു നേരം ചൊല്ലിനാൾ കിളിമകൾ കേട്ടുകൊള്ളുവിനെങ്കിൽ. മംഗലനായ സൂതൻ തന്നോടു മോദത്തോടും കല്യാണാത്മകന്മാരാം ശൗനകാദികളേവം വല്ലഭമുള്ള കഥാശേഷവും കേൾപ്പാനായി ചോദിച്ചാരാദിയിങ്കൽ ചൊല്ലപ്പെട്ടിരിപ്പൊരു വേദങ്ങൾ വിഭാഗത്തെ വഴിയെ കേൾപ്പിക്കേണം. വ്യാസശിക്ഷരായി വേദാചാര്യന്മാരായിരിക്കും പൈലാദികളാം അവർ തങ്ങൾ തൻ വേദങ്ങളെ എത്ര ജാതിയായി പകുത്താരെന്നു പറകയെന്നിത്തരം കേട്ടു സൂതനാദിയെ ചൊല്ലിയിടിനാൻ. ആദിയിൽ ബ്രഹ്മൻ തൻ്റെ ഹൃദയത്തിങ്കൽ നിന്നങ്ങാദിഭൂതമായുള്ള നാദത്തിങ്കലെ നിന്നു നാനാ കർമാഖ്യ കാര്യകാരണസ്വരൂപമായി ആത്മതത്വവാചകമായി പ്രണവവുമുണ്ടായി. അന്നു ധാതാവു തൻ്റെ ലിംഗദേഹവുമായിട്ടതിനു ശ്രോത്രാദ്യാദി മാത്രവാസനകളായി ആ ബ്രഹ്മപ്രകാശ വ്യാപകത്തിങ്കൽ നിന്നു സർവമന്ത്രോപനിഷദ്വേദ ബീജമായുള്ള പ്രണവ സനാതനത്തിങ്കലെ ത്രിവർണവും അതിനു അകാരാദി അക്ഷരങ്ങളിൽ മൂന്നിൽ നിന്നിട്ടു സ്വരങ്ങളായി നാനാ ശബ്ദങ്ങൾ ഭേദാൽ ആംനായാക്ഷരമായി ഭവിച്ചു വിഷ്ണു താനും. സ്വരമായി വ്യഞ്ജനങ്ങളായുള്ളോരക്ഷരങ്ങൾ പരിചോടുണ്ടായി വന്നതിവറ്റെ കൊണ്ടു ബ്രഹ്മൻ തന്നുട നാലു മുഖത്തിങ്കലും ഓരോന്നായി മുന്നേതാം ഋഗ്യജുസു സാമവും അഥർവവും ഇങ്ങനെ നാലും സൃഷ്ടിപ്പിച്ചിതു പുത്രന്മാർക്കു നന്നായി ഗുരുപരമ്പരയാ പ്രാപ്തമാക്കി കൊടുത്തിതതു. പിന്നെ ദ്വാപരയുഗത്തിങ്കലെടുത്തു പകുത്തിതു ഋഷിക്കളതും ചൊല്ലാം. കാലത്താൽ കുറഞ്ഞിടും ധർമ്മവുമായുസ്സതും കാലദോഷത്താൽ ബുദ്ധിമാലിന്യം വന്നു ലോകേ. ശീലവും തമോമയമായി വരും അതുകാലം പാലിപ്പാൻ പണി ധർമ്മമെന്നോർത്തു ബ്രഹ്മാദികൾ പാലനപരായണനാകിയ മുകുന്ദനോടേവമെല്ലാമേ കേൾപ്പിച്ചിതോർത്തു കണ്ടിതു ഹരി. മന്ദഹാസവും ചെയ്തു ബ്രഹ്മനോടരുൾ ചെയ്തു എന്നുടമായാഭ്രമദ്വൈത സംസാരാർണവം കടപ്പാനായി കൊണ്ടിങ്ങിരിക്കും വേദധർമ്മം കെടുകയില്ല
രക്ഷിച്ചിടുവൻ പോവിൻ നിങ്ങൾ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ. പിന്നെ ദ്വാപരയുഗേ ഭഗവാൻ നാരായണൻ നന്നായി ധർമ്മം പരിപാലിപ്പാൻ പരാശരപുത്രനായി സത്യവതിയാകിയ നാരി തന്നിൽ പൃഥ്വി പാലിപ്പാൻ വേദവ്യാസനായി പിറന്നിട്ടു ധർമാർത്ഥ കാമമോക്ഷമായി ചൊല്ലും വേദങ്ങളിൽ അപ്പോഴേ ഫലസാരമായവ തിരഞ്ഞിട്ടങ്ങുള്ളതിൽ ചതുർഭാഗം കൊണ്ടു നാലംശമാക്കിയിട്ടുള്ളതുപോലെ 4 നാമവുമാക്കി ചൊല്ലി 4ന്റെ ഗുണം പോലെ സംഗ്രഹിപ്പതിനായി 4ലും 3 കാണ്ഡമായിട്ടു സൂത്രത്തിങ്കൽ 3 വർണ്ണമാം മണിഗണങ്ങൾ കോർക്കും പോലെ നന്നാക്കി 4 ശിഷ്യന്മാരെത്താൻ വിളിച്ചിട്ടു കൊടുത്തു. 3 ഉടുത്തു മുന്നേവനാം പൈലൻ ഋഗ്വേദമതും നന്നാക്കി 4 ശിഷ്യന്മാരെത്താൻ വിളിച്ചിട്ടു കൊടുത്തു. മുന്നേവനാം പൈലൻ ഋഗ്വേദമതും കൊടുത്തു. വൈശമ്പായനെന്നങ്ങു യജുർഗണം സമമാം ഛാന്തോക സംഹിതയെ ജൈമിനിക്കും സുമന്തു തനിക്കധർവേദവും നൽകിയിടിനാൻ. എന്നതിൽ പൈലൻ ഋഗ്വേദത്തെ ഇന്ദ്രപ്രമിതി തനിക്കും ഭാഷ്കളനും കൊടുത്തു. പിന്നെയതിൽ ഭാഷ്കളൻ തൻ്റെ ശാഖ 4ആക്കി ബോധായനൻ തനിക്കും യാജ്ഞവൽക്യൻ തനിക്കും പരാശരൻ തനിക്കും നൽകി. അഗ്നിമിത്രനും അതുപോലെ തന്നുടെ ശിഷ്യന്മാരായവർക്കു നൽകിയിടിനാൻ. മുന്നേവനാകും ഇന്ദ്രപ്രമിതി തൻ ശാഖയെ തന്നുടെ പുത്രൻ മാണ്ഡുകേയനും കൊടുത്തിതു. തൻ ശിഷ്യൻ വേദമിത്രൻ അവനും കൊടുത്തിതു. നിർമ്മലൻ വേദമിത്രൻ സൗഭര്യാദികൾക്കായും ശാകല്യനായ പുത്രൻ തനിക്കും കൊടുത്തിതു. ശാകല്യൻ തൻ ശാഖയെ പകുത്തു വാത്സ്യായനൻ. മൗദ്ഗല്യൻ ശാലീയനും ശിശിരൻ ഗോഖലിക്കും എന്നിവർ 5 പേർക്കും കൊടുത്തിട്ടാറാമതു തന്നുടെ ശിഷ്യൻ ജാതുകർണ്യനും കൊടുത്തിതു. അവനും നിരുക്തമാം തച്ഛാഖ ബലാകനും പ്രൈജനും വൈതാലനും വിരജൻ 4 പേർക്കും കൊടുത്തു. പിന്നെ ഭാഷ്കലനുമെല്ലാം ഈ ശാഖ എടുത്തു ബാലഖില്യ സംഹിതയുണ്ടാക്കിനാൻ. ആയതു ബാലായിനി തനിക്കും ഭൈജനുമാക്കാസാരൻ തനിക്കുമായി നൽകിനാൻ ഈ വണ്ണമായി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യഃ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.